7 ജൂൺ 1 ആരംഭിച്ച ഈ സ്ഥാപനത്തിന് കേരളത്തിലെ അതുപോലെ തന്നെ വിദേശത്തും ഇന്ത്യയിലെ മറ്റ് ഫെബ്രുവരിയിലാണ് ഞങ്ങൾ ഇങ്ങനെ വ്യവസ്ഥാപിതമായ ഒരു അലുമിനിക് വിഷയത്തിൽ ഒരു ചർച്ച സംഘടിപ്പിക്കുന്നത്. അതായത് ഭാരതാംബയും ഇതിൽ നമുക്ക് ഇന്ന് സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലെല്ലാം ജ്വലിച്ചു നിൽക്കുന്നവരുമായ വ്യക്തിത്വം. ICGയുടെ സീനിയർ ഫാക്കൽറ്റിയാണ്. അതിലുപരി എഴുത്തുകാരനാണ്. പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം ആ സ്ഥാപനത്തിൽ പഠിച്ച് വിവിധ അതോടൊപ്പം ഈ വിഷയത്തിൽ ഗവർണറുടെ നിലപാട് ജനാധിപത്യ വിരുദ്ധമാണെന്നും കാരശ്ശേരി മാഷയുടെ പ്രസംഗം തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ ഭരണഘടന വിയോജിപ്പും ഏകസിൽക്കോണിനുള്ള യോജിപ്പും അദ്ദേഹം 2 ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ സംസാരിച്ചത്. ഇത് RSSൻ്റെ ആശയമല്ല. RSS ഉണ്ടാകുന്നത് 1925-ലാണ്. അതിനും എത്രയോ മുമ്പ് 1876 ബംഗാളിലെ ബദ്ദോപധ്യായയുടെ നാടകത്തിൽ ഈ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഭാരതാംബ എന്ന ആശയം വരുന്നത്. നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന് അത് വലിയ പ്രചോദനമായി. ഇവിടെ പറഞ്ഞതുപോലെ 1936 ഗാന്ധി വാരാണസിയിൽ ഒരു ഭാരതാംബ മന്ദിർ ഉദ്ഘാടനം ചെയ്തു. 1983 ഇന്ദിരാഗാന്ധി ഹരിദ്വാറിൽ ഇതുപോലൊരു ഭാരതാംബ മന്ദിർ തുറന്നു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് വളരെ ദേശീയ പ്രസ്ഥാനത്തിന് വലിയ ആവേശവും പ്രചോദനവും ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രതീകമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പക്ഷേ ഇവിടെ തർക്കം നമ്മുടെ ഭാരതാംബയുടെ രൂപത്തെയും ഭാവത്തെയും പറ്റി തർക്കമുണ്ട്. ബഹുമാനപ്പെട്ട ആർലേക്കർ ജിയോട് ഗവർണറോടുള്ള എൻ്റെ ഒരു നന്ദി പ്രകടനം ഞാൻ പറയുകയാണ്. ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇന്ത്യയിലെ എല്ലാ ലോക്കലുകളിലും ഭാരതാംബയുടെ ചിത്രത്തിനു മുമ്പിൽ ഒരു മരം നട്ടുകൊണ്ട് ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചു. അത് വളരെ ദേശസ്നേഹ പ്രചോദിതമായ ഒരു കാഴ്ചയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം ഇവിടെ ഒരു തർക്കമുണ്ട്. സത്യത്തിൽ വളരെ ഈ ചർച്ചയിലൂടെ രൂപപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു യുക്തിഭദ്രമായിട്ട് എനിക്ക് തോന്നിയത്, നമ്മുടെ ഔദ്യോഗിക ചിഹ്നങ്ങളിലൊന്നും ഭാരതാംബയില്ല. 100% ശരിയാണ്. ഈ സംവാദവേദിയെ സാക്ഷിയാക്കിക്കൊണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിനോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ഞാൻ അഭ്യർത്ഥിക്കുന്നത്, ഭാരതാംബയുടെ ഒരു ചർച്ചകളിലൂടെ സംവാദങ്ങളിലൂടെ ഒരു ഏകീകൃത രൂപമുണ്ടാക്കണം. അത് നമ്മുടെ രാജ്യത്തിന് ആവേശകരമായിരിക്കും, പ്രചോദനകരമായിരിക്കും. മാത്രമല്ല ഭാരതാംബയുടെ ചിഹ്നം ഔദ്യോഗിക ചിഹ്നങ്ങളിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഈ സംവാദവേദിയിൽ ഒരു അഭ്യർത്ഥനയായി എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. പിന്നൊരു വിമർശനം ഈ ഭാരതാംബയുടെ മുഖത്ത് നോക്കി പറയുന്നത് അതിൻ്റെ കാവ്യചിഹ്നം, ഹിന്ദുത്വം ഒക്കെയാണ് വിമർശിക്കപ്പെടുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ പിതാമഹന്മാർ കൊണ്ടാടിയ ഭാരതാംബയിൽ താമരയുണ്ടായിരുന്നു, കാവ്യുണ്ടായിരുന്നു, കാവിക്കൊടി ഉണ്ടായിരുന്നു. സംബന്ധിച്ച് തർക്കമുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്ത് അത് ഏകീകരിക്കാവുന്നതേ ഉള്ളൂ. ത്രിവർണ്ണ പതാക വേണോ കാവ്യ പതാക വേണോ എന്ന് സംബന്ധിച്ചെല്ലാം നമുക്ക് ചർച്ച ചെയ്ത്, പക്ഷേ ഹിന്ദുത്വത്തിൻ്റെ ഒരു സ്വാധീനം പല മേഖലകളിലുമുണ്ട് എന്ന് ഭയപ്പെടുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഹിന്ദുത്വം എന്ന് പറയുന്നത് ഒരു മതമല്ല, അതൊരു വേ ഓഫ് ലൈഫാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ ഭരണഘടന, ഞാൻ പാർലമെൻറ്റ് മെമ്പറായിട്ട് നമ്മുടെ ആദ്യത്തെ ഭരണഘടന നിങ്ങൾക്ക് മനസ്സിലാക്കണം. നമ്മുടെ ആദ്യത്തെ ഭരണഘടനയുടെ രൂപം കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അതായത് ഞാൻ 1999 MP ആയിപ്പോയി. 2000 ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ 50ാം വാർഷികമാണ്. അന്ന് സ്പീക്കർ ഞങ്ങൾക്കൊരു സമ്മാനം തന്നത് എന്താണെന്നറിയോ? ഇന്ത്യൻ ഭരണഘടനയുടെ അംബേദ്കറുടെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തിയ
ആദ്യത്തെ ഭരണഘടനയുടെ കോപ്പിയാണ്. ആ കോപ്പി നിങ്ങൾ മറിച്ചു നോക്കൂ, എൻ്റെ വീട്ടിലുണ്ട്. അതിൽ അശോക സ്തംഭത്തിൽ തുടങ്ങുകയാണ്. ഓരോ അധ്യായത്തിനും ഓരോ ചിഹ്നങ്ങളും ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിൽ മൗലിക അവകാശത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് രാമൻ്റെയും സീതയുടെയും ലക്ഷ്മണൻ്റെയും ഇമേജാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഈ രാജ്യത്തിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് ഈ വിഷയത്തെ കാണാം. ഭാരതാംബയുടെ വിഷയത്തെയും അതുപോലെ തന്നെ ഈ ഭരണഘടനാ വിഷയത്തെയും കാണണം എന്നാണ് എനിക്ക് ഇവിടെ അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു കാര്യം കൂടി പറയാം, എൻ്റെ അനുഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ ഭാരതാംബയുടെ ചിഹ്നത്തെ അതൊരു ഹിന്ദുത്വത്തിൻ്റെ അടയാളമാണ്, RSSൻ്റെ അടയാളമാണ് എന്നൊക്കെ പറയുന്നവരോട് പറയാനുള്ളത് അല്ല. ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്, കാണേണ്ടത് എന്നാണ് എനിക്ക് ഈ സംവാദത്തിൻ്റെ വേദിയിൽ പറയാനുള്ളത്. ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ SFI പ്രവർത്തനമായിരിക്കുന്ന സമയത്ത് 1997 ഇന്നത്തെ ധനമന്ത്രി ബാലഗോപാലനും ഞാനും കൂടി ഡൽഹിയിൽ നിന്ന് യോഗം കഴിഞ്ഞപ്പോൾ നേരെ ഞങ്ങൾ ഋഷികേശിലേക്ക് ബസ്സിൽ കഷ്ടപ്പെട്ട് യാത്ര ചെയ്തു. എന്തിനാണെന്നറിയോ? ഗംഗയിൽ മുങ്ങിക്കുളിക്കാൻ വേണ്ടി മാത്രം. ഞാൻ പറഞ്ഞു വരുന്നത്, ഞങ്ങളുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ SFI ആയിരിക്കും പോലും ഈ രാജ്യത്തിൻ്റെ സംസ്കാരവുമായിട്ടുള്ള ഒരു വൈകാരികമായ ബന്ധമുണ്ടായിരുന്നു. എൻ്റെ മൂത്ത മകന് 24 വയസ്സായി, ഒരു ബാങ്കിൽ ജോലിയാണ്. ഞാൻ അവനെ ഹരിശ്രീ എഴുതിപ്പിച്ചിട്ടുണ്ട്. അന്ന് കമ്മ്യൂണിസ്റ്റ് MP ആയിരുന്നു ഞാൻ. പക്ഷേ പരസ്യമായി എഴുതാൻ പേടിയായിരുന്നു. രഹസ്യമായി മോനെ ഹരിശ്രീ, മകനെയും മകളെയും ഹരിശ്രീ എഴുതിപ്പിച്ചിട്ടുള്ള ആളാണ് ഞാൻ. എന്തുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നതും ഞങ്ങളൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും എന്ന് കേൾക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു മഹാസംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഭാഗം. ആ അർത്ഥത്തിൽ ഈ വിഷയത്തെ നമ്മൾ കാണണം. അതുകൊണ്ട് ഭാരതാംബയെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് ഏകീകരിക്കണം. ഔദ്യോഗിക ചിഹ്നമല്ലെങ്കിൽ ചിഹ്നമാക്കണം. കാരണം ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും അവരെ ദേശസ്നേഹ പ്രചോദിതമായി ആവേശം കൊള്ളിക്കുന്ന, മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും മഹത്തായ പ്രതീകങ്ങളുണ്ട്. അമ്മ പ്രതീകങ്ങളുണ്ട്, മാതൃപ്രതീകങ്ങളുണ്ട്. ആ പ്രതീകത്തിൻ്റെ ഭാഗമാണ് ഇവിടെ വിവാദമായിട്ടുള്ള ഈ ഭാരതാംബ എന്നുള്ളത് കൂടി മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഭാരത്. മാഷോട് ഒരു ചോദ്യം.